ചേട്ടാ, ഇറാൻ US ധാരണാപത്രം അവസാനിച്ചിരിക്കുന്നു. ഇനി ചർച്ചയില്ല എന്ന് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഇസ്രായേലാണോ? തീർച്ചയായിട്ടും, എന്താ സംശയം? ഇസ്രായേലാണ് ഇതിന് പിന്നിൽ. കാരണം ഇത്രയും നാള് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അമേരിക്ക പറയുന്നത്. അതായത് ഈ ലോകത്തെ വലിയ ഭീഷണിയിലേക്കും ആശങ്കയിലേക്കും തള്ളിവിടുന്ന വിധത്തിൽ ഇസ്രായേൽ കാലങ്ങളായിട്ട് ഇറാനെ വീണ്ടും വീണ്ടും ആക്രമിക്കണമെന്നും ഈ വെടിനിർത്തൽ കരാർ ഞങ്ങളുടെ ആവശ്യമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആ കരാറിലില്ല എന്നും നിരന്തരമായി പറയുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇത്രയും കാലം ലോകത്തെ മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു വശത്ത് ഇസ്രായേലിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു, ഇറാൻ അനുകൂലമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നു, ഇറാന് വേണ്ടി ഉപരോധങ്ങൾ നീക്കുന്നു, ഇറാന് പണം അങ്ങോട്ട് കൊടുക്കുന്നു, അതും ആയിരക്കണക്കിന് കോടി ഡോളർ അങ്ങോട്ടേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ സംഭരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഇറാനെ വലിയ തോതിൽ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം അമേരിക്ക ചെയ്തു കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് കാണുന്നത് നമ്മളൊക്കെ അന്ന് അന്തം വിട്ടിരുന്നു, ഇതെന്താണ് ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇതൊരു വലിയ ചതിയുടെ ഭാഗമായിരുന്നു. ഞാനൊരു വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതിന് വിശദമായിട്ട് തന്നെയുള്ള കാര്യമാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ട്രംപ് പറഞ്ഞത് എല്ലാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു ചർച്ചയില്ല, ടെഹ്റാനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നടത്തുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല, അത് സമയം കളയലാണ് എന്നാണ് ട്രംപ് പറയുന്നത്. എന്താണ് ട്രംപ് ഇങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം വെടിനിർത്തൽ നിലനിൽക്കുകയാണ്, ഹോർമുസ് കടലിലേക്ക് തുറന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല. ഇപ്പോൾ ഇറാൻ ഈ പറയുന്ന ഹോർമുസിലെ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതാണ് പ്രകോപനം എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ അത് തങ്ങളാണ് ചെയ്തതെന്ന് ഇറാൻ സമ്മതിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറാൻ മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ പ്രകാരം, വിവരങ്ങൾ പ്രകാരം അമേരിക്ക വലിയ തോതിലുള്ള കരാർ ലംഘനങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ഈ കരാറിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് വലിയ വ്യക്തതയൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നതും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെയാണ് ഈ കരാറിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടാനുള്ള കാരണം. പക്ഷെ ഈ കരാറിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പലുകൾ ഇതിലെയൊക്കെ പോകണം എന്നത് സംബന്ധിച്ച് കൃത്യമായി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു ക്രമീകരണം എന്ന നിലയ്ക്ക് ഇതിലൂടെ കപ്പലുകൾക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. ഇത് ലംഘിച്ചുകൊണ്ട് നിരന്തരമായി മറ്റ് പല റൂട്ടുകളിലൂടെയും ഒമാനോട് ചേർന്നുകൊണ്ടും ഒക്കെ കപ്പലുകൾ പോകുന്നുണ്ട്. ഇത് ഇറാൻ മേഖലയിലുള്ള ശക്തി കുറയുന്നതിനോ അല്ലെങ്കിൽ ഇറാന്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായിട്ട് ഈ കപ്പലുകൾ പോകുന്നതിനൊക്കെ കാരണമാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കരാർ ലംഘനമാണ്. അമേരിക്ക അതുപോലെ തന്നെ വീണ്ടും ഇറാന് നേരെ പ്രകോപനം നടത്തുന്നു. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ പല ഘട്ടങ്ങളിലും വീണ്ടും നടത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ പൊതുവിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ നിരവധി നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ഗെയിം പ്ലാനാണ്. അതായത് ഇസ്രായേൽ നേരത്തെ തന്നെ ലെബനാനിലേക്ക് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഈ കരാർ ഞങ്ങളുടെ കരാറല്ല, ഞങ്ങൾ ഈ കരാറിലില്ല, ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരായി യുദ്ധം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ലെബനാനെതിരെ ഇസ്രായേൽ നേരത്തെ മുതൽ തന്നെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ആ ആക്രമണങ്ങളുടെ തുടർച്ച ഇപ്പോൾ അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഇസ്രായേൽ ലെബനാനെ ആക്രമിച്ച് ഇറാനെ പ്രകോപിപ്പിക്കുന്നു. ഇറാൻ പ്രകോപിതരാകുന്ന ഘട്ടത്തിൽ അമേരിക്ക ഇനി ഈ കരാർ നിലനിൽക്കില്ല എന്ന് പറയുന്നു. അതായത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കിട്ടി, അതുവഴി ഒരുപാട് കപ്പലുകൾ പല അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു. ഇനി താൽക്കാലികമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ഇനി വീണ്ടും യുദ്ധമെന്ന ആ ഒരു സ്ഥിരം ശൈലി, അതായത് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, എന്നിട്ട് അവർ തന്നെ വെടിനിർത്തൽ ലംഘിക്കുന്നു, എന്നിട്ട് മറ്റവരുടെ തലയിൽ നിങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേലെ കുറ്റം ചാർത്തുന്നു, എന്നിട്ട് വീണ്ടും യുദ്ധം ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനിയിപ്പോ ഇങ്ങനെ പറഞ്ഞ ട്രംപ് നാളെ ചർച്ചകൾ വേണമെന്ന് വീണ്ടും പറയാനുള്ള സാധ്യത? ട്രംപ് അങ്ങനെ പറഞ്ഞാലും ഇറാൻ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് കരുതാൻ കഴിയും. കാരണം ഇറാനെ സംബന്ധിച്ച് വലിയ 2 ചതികൾ ഇറാന് നേരെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഒന്ന്, നമ്മൾ കണ്ട ആയത്തുള്ള അലി ഖാംനെയുടെ കൊലപാതകം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിച്ചത് ഒരു ചതിയിലൂടെ തന്നെയാണ്. കാരണം ആണവ ചർച്ചകളുമായി ബന്ധപ്പെട്ട്, ആണവ വിഷയവുമായി ബന്ധപ്പെട്ട്, ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഖാംനെയെ വധിക്കുന്നത്. അതായത് 3 ചർച്ചകൾ കഴിഞ്ഞു, 4മതൊരു ചർച്ച നടക്കാൻ തീയതിയും തീരുമാനിച്ചു, സമയവും തീരുമാനിച്ചു. അങ്ങനെ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇറാൻ യോഗം നടക്കുമ്പോഴാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് പൊടുന്നനെ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഖാംനെയെ വധിക്കാൻ ഇവർക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ ഖാംനെയെ ഒരു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകില്ല, യുദ്ധം ഉണ്ടാകില്ല എന്ന നിലയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ചതിച്ചു കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ്. ഇത് മാധ്യമങ്ങൾ പറയാൻ മടിക്കും.
നമ്മുടെ നാട്ടിലെ ഒന്നും ഒരു മാധ്യമങ്ങളും ഈ വിഷയം വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അമേരിക്ക ചതിപ്രയോഗത്തിലൂടെയാണ് ഖാംനെയെ വധിച്ചത്. ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഖാംനെയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സംസ്കാര ചടങ്ങ് നടക്കുമ്പോൾ ആദ്യം ഇവർ പറഞ്ഞു ഖാംനെയുടെ മൃതദേഹം അവിടെ ഇല്ല, ഈ പറയുന്ന മൃതദേഹം അടക്കം ചെയ്യുന്ന, മറവ് ചെയ്യുന്ന പെട്ടിക്കുള്ളിൽ ഖാംനെയുടെ മൃതദേഹം ഇല്ല എന്ന് പറഞ്ഞു. അതിനെ ശക്തമായിട്ട് ഇറാൻ തിരിച്ചടിച്ചു. രണ്ടാമതായിട്ട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും പദ്ധതിയിട്ടു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക 13 രാജ്യങ്ങളുടെ പ്രതിനിധികളെ ബലം പ്രയോഗിച്ച് ഇറാനിൽ എത്തരുത് എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു എന്ന് വാർത്തകൾ വന്നു. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ അവിടെ എത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ആ ഗെയിം പ്ലാൻ അവിടെ നടന്നില്ല എന്ന് വിചാരിക്കാം. എന്ന് മാത്രമല്ല, ലക്ഷോപലക്ഷം ഇറാനിയൻ ജനതയാണ് ഒഴുകിയെത്തിയത് ഈ ചടങ്ങിലേക്ക്. അത് അമേരിക്കയെ ഞെട്ടിക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഈ ജനങ്ങൾ അവിടെ വന്നിട്ട് ഇപ്പൊ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ട്രംപിനെ വധിക്കണം. ഇപ്പൊ പുതിയ പ്രതിജ്ഞ വന്നിരിക്കുന്നത് ട്രംപിനെ വധിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇസ്രായേലിന് ഒരു വലിയ ഭീഷണി വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ മരണാനന്തര ചടങ്ങിന് വരുന്നവരെല്ലാവരും വലിയ പ്രതിഷേധമായിട്ടാണ് വരുന്നത്. ചുവന്ന കൊടിയൊക്കെ ആയിട്ട് ആ ഒരു പ്രതിഷേധമായിട്ടാണ് വരുന്നത്. അതെ, ഇറാനെ സംബന്ധിച്ച് അവരെ ചുവന്ന കൊടി ഉയർത്തുക എന്ന് പറയുന്നത് ഒരു യുദ്ധപ്രഖ്യാപനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ടും ട്രംപിനെ വധിക്കണം, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പകരം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പോലും അവിടുത്തെ ഭരണകൂടത്തോടൊപ്പം നിന്ന് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. കാരണം അത്രയും മോശപ്പെട്ട പണിയാണ് ഇപ്പോൾ അമേരിക്ക കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തിന്റെ പേരിലാണ് ഇപ്പൊ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾ ആക്രമിച്ചു എന്ന് വാർത്ത വരുന്നു. അത് തങ്ങളാണ് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല. സാധാരണഗതിയിൽ എല്ലാം ഏൽക്കുന്നതാണ് ഇറാൻ അല്ല എന്ന് അവർ പറയുന്നു. ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അമേരിക്ക പറയുന്നത് ഇറാനാണെന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു. പക്ഷെ അവിടെ ഇറാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനം എന്നത് സംഭവിച്ചിട്ടുണ്ട്. അത് അമേരിക്കയാണ് നടത്തിയത്. 5 കാരണങ്ങൾ, 5 പ്രധാനപ്പെട്ട കരാർ ലംഘനങ്ങൾ അമേരിക്ക നടത്തി എന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അമേരിക്ക ബോധപൂർവം ഇറാനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, ബോധപൂർവം ഉണ്ടാക്കിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഇസ്രായേലിന്റെ ആവശ്യമാണിത്. ഈ കരാർ ഇല്ലാതാകണമെന്നതും ഈ കരാറ് ലംഘിക്കപ്പെടണമെന്നും മേഖലയിൽ യുദ്ധം സജീവമാകണമെന്നും ഇറാന് നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തി ഇറാനെ ഇല്ലായ്മ ചെയ്യണമെന്നും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തിരിച്ചെടുക്കണമെന്നും ഇറാന്റെ ആയുധശേഷി, ബാലിസ്റ്റിക് മിസൈലുകളും അവരുടെ ഈ പറയുന്ന ഡ്രോൺ ശേഖരവും അവരുടെ മിസൈൽ ലോഞ്ചിങ് സെന്ററുകളും ഒക്കെ തകർക്കണമെന്നും ഒക്കെയുള്ളത് ഇറാന്റെ ആവശ്യമാണ്. ശ്രമിക്കണം, ഇസ്രായേലിന്റെ ആവശ്യമാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ചു നാൾ മുമ്പ് നെതന്യാഹു ട്രംപിനെ തള്ളി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് ഡ്രാമയായിട്ടാണോ? ഇത് നാടകമായിരുന്നോ എന്ന് ലോകം സംശയിക്കുകയാണ്. നമുക്കത് നാടകമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രംപിന്റെ ബോധ മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചിന്താഗതികൾക്ക് അപ്പുറമാണ്. ലോകത്ത് ഒരു നേതാവും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും ഒരു നേതാവും പ്രവർത്തിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ഒരു അമേരിക്കൻ പ്രസിഡന്റും തോൽക്കാത്ത രീതിയിൽ എറിഞ്ഞു തോൽക്കുകയും ചെയ്ത ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപ്. പക്ഷെ ആ തോൽവി, അതായത് ഇറാൻ പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുത്ത ആ തോൽവി ട്രംപിന്റെ ഒരു നാടകമായിരുന്നോ എന്ന് വേണമെങ്കിൽ സംശയിക്കാം. കാരണം ട്രംപിനെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്കായിരുന്ന ഒരു പ്രശ്നം. അവിടെ കപ്പലുകൾ കെട്ടിക്കിടക്കുന്നു, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ട്രംപിന്റെ മേലെ വരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്നു, ലോകരാജ്യങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിലക്കയറ്റമുണ്ടാകുന്നു, ഗ്യാസിന്റെ ക്ഷാമം ഉണ്ടാകുന്നു, ഇന്ധനവില പല ഘട്ടങ്ങളിലായി കുതിച്ചുയരുന്നു. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഇത് പ്രതിഫലിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം തുടങ്ങി വെച്ചയാളെന്ന നിലയ്ക്ക് ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം ട്രംപിന്റെ തലയിലാണ്. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാനും തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടാനും വേണ്ടി ഒരു കള്ള തിരക്കഥ അല്ലെങ്കിൽ ഒരു കള്ളപ്രമാണം എന്ന നിലയിൽ ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങൾ രേഖയായി ചേർത്തുകൊണ്ട് ഇറാനെ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഇറാന് മുന്നിൽ തോറ്റു എന്നൊരു ഇമേജ് ഉണ്ടാക്കി ഇറാനെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം വളരെയധികം ശക്തമായി വരുന്നുണ്ട്. ഇപ്പൊ ഇറാൻ പറയുന്നുണ്ട്, ഇപ്പൊ ഇന്ന് ഇറാന്റെ പ്രതിനിധികൾ പല മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കരാറിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു ലീഡ് എന്ന് പറയുന്നത് ഇറാന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇറാനെ സ്വതന്ത്രമാക്കുമെന്നുള്ളതായിരുന്നു. നമ്മൾ തന്നെ പലതവണ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഇറാന് മേലുള്ള ഉപരോധങ്ങൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇറാൻ കുതിച്ചുയരും, ഇറാൻ വലിയൊരു ശക്തിയായി മാറും എന്നൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇറാൻ പറയുന്നത് അങ്ങനെ ഉപരോധങ്ങൾ നീക്കിയിട്ടില്ല, വാക്കാലല്ലാതെ അത് പ്രവൃത്തിയിൽ വന്നിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഒരുക്കിയ ഒരു ചതിയുടെ തിരക്കഥയാണിതെന്നാണ് വരേണ്ടത് അല്ലെങ്കിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ
ഇസ്രായേൽ ഇതിന് കണക്ക് പറയേണ്ടി വരും. അതെ. കാരണം പലതവണ ഇറാൻ പറഞ്ഞിട്ടുണ്ട്, ഇറാന്റെ IRGC ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ഞങ്ങൾക്ക് നേരെ നീങ്ങിയ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, ലബനാനിന് നേരെ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തും. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇപ്പം ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രായേലിന് നേരെ ഇറാൻ വലിയ ആക്രമണം നടത്തി. ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളുടെ പ്രതികാരമായിരുന്നു അത്. അങ്ങനെയാണ് വീണ്ടും ഈ വെടിനിർത്തൽ ചർച്ച ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പ് വീണ്ടും സജീവമാവുകയും ഒടുവിൽ ഈ വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ അമേരിക്ക നടത്തിയ ഈ യുദ്ധത്തിന് പിന്നിൽ ഇസ്രായേലാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക ഇത് ചെയ്തത് എന്ന് വരികിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരായിട്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും. കാരണം ഇറാനെ സംബന്ധിച്ച് ഇനി മുന്നും പിന്നും നോക്കാനുള്ള സാഹചര്യം. അവർക്ക് ആയത്തുള്ള അലി ഖാംനയുടെ മൃതദേഹം ഗംഭീരമായി സംസ്കരിക്കണം, അല്ലെങ്കിൽ വലിയ ചടങ്ങായി അത് മാറ്റണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൃത്യമായി നടന്നു. ഇപ്പോൾ ഇറാഖിലാണ് അതിൻ്റെ അന്തിമ നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാനിൽ വെച്ച് അദ്ദേഹത്തിന് ഔപചാരികമായ വീരോചിതമായ യാത്രയപ്പ്, ഇറാന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു രക്തസാക്ഷിക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു യാത്രയപ്പ് ജനലക്ഷങ്ങളെ അണിനിരത്തി നൽകാൻ ഇറാന് സാധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കടമ്പ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇറാൻ ഇനി കുതിച്ചുയരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇറാൻ ശക്തമാകാൻ പോകുന്നു എന്ന് കണ്ടുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങി വെച്ച യുദ്ധമാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്തായാലും ഒന്ന് പറയാം, ഈ യുദ്ധം ഇനി പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യതയില്ല. നമ്മളൊന്നും കാണാത്ത വിധത്തിൽ, നമ്മളൊന്നും ഇതുവരെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറിയാത്ത തരത്തിലുള്ള വലിയ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുകയാണ്. അത് ചെറിയൊരു സാധ്യതയല്ല, വലിയ സാധ്യതകൾ മുന്നിൽ നിൽക്കുകയാണ്. അതായത് ഇറാൻ വളരെയധികം പ്രകോപിതരായിട്ടുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ഇറാനെ തളയ്ക്കാനുണ്ടായ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ കരാറായിരുന്നു. ആ കരാർ അവസാനിച്ചു. അതില്ല എന്ന് ട്രംപ് തന്നെ, ഈ കരാറ് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ട്രംപ് തന്നെ ഇനി ഈ കരാർ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇറാനെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. ഇറാനെ സംബന്ധിച്ച് തങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടായാൽ ഗംഭീരമായി തിരിച്ചടിക്കുക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിശക്തമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും അവർക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം അതിരൂക്ഷമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.